ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക്നിക്കാണ് അൾട്രാസൗണ്ടഡ് ഗൈഡഡ് നെർവ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നാഡി നരമ്പുകൾ സ്പൈനൽ കോഡിൽ നിന്ന് വന്ന് വെളിയിലേക്ക് ബോണുകൾക്ക്, അതായത് കശേരുകൾക്കിടയിലൂടെ വന്ന് ആണ് നമ്മുടെ കയ്യിലും കാലിലേക്കും ഒക്കെ ഉള്ള സപ്ലൈ നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മുടെ ആദ്യം ബ്രെയിനിൽ നിന്ന് വരുന്നു, പിന്നെ അത് കഴുത്തിൽ കൂടെ താഴോട്ട് വന്നിട്ടാണ് നമ്മുടെ കൈ കാലുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് റൈറ്റ് ആമിലായിരുന്നു ഫ്രാക്ചർ വന്നത്. അതായത് ഒടിവ് വലത്തെ കൈയിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കഴുത്തിൽ നിന്ന് വരുന്ന നെർവുകൾ നമ്മുടെ കോളർ ബോൺ വഴി താഴോട്ട് പോയി ആണ് ആ കൈക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പം പുതിയ ടെക്നിക്ക് വഴി നമ്മൾ ഇതിനു വേണ്ടി ഫുൾ ബോഡി അനസ്തീഷ്യ കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാസൗണ്ട് വഴി നോക്കിയതിന് ശേഷം കറക്റ്റ് നെർവിനെ ലൊക്കേറ്റ് ചെയ്തിട്ട് ഒരു നീഡിൽ കൊണ്ട് നമ്മളവിടെ പാസ് ചെയ്ത് കറക്റ്റായിട്ട് ലോക്കൽ അനസ്തെറ്റിക് ഏജൻറ്റുകൾ അവിടെ ഇഞ്ചെക്റ്റ് ചെയ്യും. അങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് നല്ല പെയിൻ റിലീഫ് ആയിരിക്കും. ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂറത്തേക്ക് നല്ല പെയിൻ റിലീഫ് കിട്ടും. അതിന് ശേഷവും ഒരുപാട് നമ്മൾ നാർക്കോട്ടിക്സോ അല്ലെങ്കിൽ കൂടുതൽ അനസ്തീഷ്യ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അനാവശ്യമായ ജനറൽ അനസ്തീഷ്യ ഇവിടെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഇതൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള റീജിയണൽ അനസ്തീഷ്യ ടെക്നിക്കാണ്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീജിയണൽ അനസ്തീഷ്യയിൽ ട്രെയിൻഡ് ആയിട്ടുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ടും ഒരു പ്രാക്ടീസ് വേണം. അത് ചെയ്ത് പരിശീലനമുള്ളവർക്ക് മാത്രമേ അൾട്രാസൗണ്ട് വഴി കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഈ കുട്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വെളിയിറങ്ങി ഓപ്പറേഷന് ശേഷം പോസ്റ്റ് ഓപ്പറേറ്റീവ് റൂമിലാണ് കിടക്കുന്നത്. കുട്ടിയോട് ഞാൻ ചോദിക്കുന്ന സംസാരിക്കുന്നതൊക്കെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഹാൻഡ്സ് numb only, no? Yeah. But you didn't have any pain? No. No discomfort, nothing is there, no? Okay. It will settle by another 8 hours. Okay. Okay then. Yeah. How was it? Was it painful? No, wasn't painful.